ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കൈലൈൻ ഇമ്പീരിയൽ ഗാർഡനിലാണ് താമസിക്കുന്നതെന്ന്. നമ്മളുടെ ഈ ഫ്ലാറ്റിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പം അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് എനിക്കിപ്പോൾ രാവിലെ കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ഗിഫ്റ്റ് മേടിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കണ്ടാലോ? ലുലുവിലാണ് ഞാനിത് പർച്ചേസ് ചെയ്യാനായിട്ട് പോയത്. ഗിഫ്റ്റ് എല്ലാം നമുക്ക് അവിടെ ഒരുപാട് ബ്രാൻഡ്സ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഒറ്റ സ്ഥലത്തുനിന്ന് കിട്ടും എല്ലാവർക്കും വേണ്ട ഗിഫ്റ്റും സാധനങ്ങളും എല്ലാം. അപ്പോൾ അവിടെ നിന്നാണ് പോയത്. നല്ല ക്രിസ്മസി വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി. ഷാജാനെ എനിക്ക് കിട്ടൽ ഭയങ്കര കുറവാണ് പർച്ചേസിങ്ങിന്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞാൻ പുള്ളിനെ കൊണ്ട് പോയതാണ്. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷർട്ട് എനിക്ക് ഇഷ്ടമായിരുന്നേ. ഇതിൻ്റെ കളർ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലൊരു ത്രെഡ് വർക്കും ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ ഷർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും എനിക്ക് സൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. 42 ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വാവച്ചന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വേണമെന്ന് വെച്ചാൽ അവിടെ നോക്കി. പക്ഷെ അവനെയും കൊണ്ടുവന്നെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പിള്ളേർക്ക് വേണ്ട ടോയ്സ് കാര്യങ്ങൾ അതെല്ലാം അതിൽ നടന്നു. ടോയ്സിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അവരെന്ത് വെച്ച് കളിക്കും, എങ്ങനെയായി. പിള്ളേരുടെ ടേസ്റ്റൊക്കെ ഇപ്പോൾ പെട്ടെന്നല്ലേ മാറുന്നത്. പെട്ടെന്ന് അവർ വളരും ചെയ്യുന്ന കാരണം കൊണ്ട് അവർ എങ്ങനത്തെ ടോയ്സ് വെച്ചാൽ കളിക്കുന്നതെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ച് വെച്ച് അവിടെ നിന്ന് പോന്നു. അവിടുന്ന് കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം മേടിച്ച് അതെല്ലാം അവിടെ തന്നെ ഞാൻ റാപ്പ് ചെയ്യിപ്പിച്ചു കേട്ടോ. റാപ്പ് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഇതൊരു ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ റാപ്പ് ചെയ്ത് അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് ലഞ്ച് ടൈം കഴിഞ്ഞ കാരണം കൊണ്ട് എല്ലാവരും നന്നായി വിശന്നായിരുന്നിരുന്നത്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഞാൻ നേരത്തെ വിട്ടു. ഞാൻ പറഞ്ഞു വന്നിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോഴത്തേനും ഞാനിതെല്ലാം ചെയ്യിപ്പിച്ചേച്ച് വരാമെന്ന് പറഞ്ഞ് സ്റ്റാർബക്സിലാണ് കയറിയത്. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേനും ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം താമസിക്കാണ്ട് നമുക്ക് വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ കുറേ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും എടുക്കാനും ഒക്കെ. ക്ലോത്തൊക്കെ തന്നെയായിരുന്നു കൂടുതലും നമ്മൾ അന്നത്തെ ദിവസം പർച്ചേസ് ചെയ്തത്. അവിടെ നിന്ന് ഇതൊക്കെ നോമ്പായ കാരണം കൊണ്ട് ഇച്ചിരി പാടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടമാണ്. പൊതുവേ നമ്മൾ കൂടുതലും ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഫുഡ് കൂടുതലും കഴിക്കാറുള്ളത്. നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം. പിന്നെ ഞാൻ പോയത് ലുലു സെലിബ്രേറ്റിലാണ് കേട്ടോ. ലുലു സെലിബ്രേറ്റിൽ സാരീസ് എല്ലാം ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യാറുണ്ട്. ഇത് കൂടുതലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാരി എടുക്കുമ്പം മനസ്സിലാകുന്നുണ്ടായിരിക്കും, എനിക്കുള്ളതല്ല എന്തായാലും. അപ്പം അങ്ങനെ ഒരു 1-2 സാരിയൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഇതിനകത്ത് കാണുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ, ഇതിനൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി. ഒരു ജൂട്ടിൻ്റെ മിക്സുള്ള ഒരു സാരി ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല, എത്രയാണ് എനിക്ക് അത് മേടിച്ചെന്നുള്ള റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ആ സാരി അത് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഫ്ലാറ്റിലെത്തിയപ്പോഴത്തേനും ഒരു 7:30 ആയി. രാജാക്കന്മാരൊക്കെ റെഡിയാണ് ക്രിസ്മസിൻ്റെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഗിഫ്റ്റും സാധനങ്ങളും എല്ലാം മേടിച്ചെല്ലാം ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഒരുപാട് ലേറ്റായി. ഇപ്പോൾ താഴെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവാറായി, സമയമായി. എനിക്ക് തോന്നുന്നു 7:30 ആയി. അപ്പോൾ വേഗം ഡ്രസ്സ് മാറി നമുക്ക് താഴത്തെ ഫംഗ്ഷൻ പോകാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വേഗം മാറി ഇനിയിപ്പോൾ താഴത്തെ ഫംഗ്ഷൻ ഇറങ്ങണം. ഇപ്പോൾ ഷാജേട്ടനാണ്ട് ഷൂട്ടിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആളെയും കൂടി ഒന്ന് ഇറക്കിയിട്ട് വേണം
നമുക്ക് താഴത്തെ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. നമുക്കിവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം കേട്ടോ. നമ്മുടെ ഫ്ലാറ്റ് ഈ ഫ്രണ്ട് സൈഡായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും പ്രോഗ്രാം തുടങ്ങാറായോ എന്നുള്ളത്. നോക്കാം. Merry Christmas! Merry Christmas! ഷൂട്ടിന് പോവാ. പിന്നെ And if you never saw it, you would imitate it too. All of the other reindeers used to have to call them names. They never let go Rudolph, calling it his wings and days. He one was open sleigh, all the fears be gone, laughing all the way. Let's unlock his way, make his spirits bright. The fire is to ride and sing a sleighing song. Please, She needs Eliza. The angels share the good news that a Savior has been born in Bethlehem. The shepherds, filled with joy and wonder, hasten to the manger to worship the newborn Jesus. They become the first visitors to pay homage to baby Jesus, symbolizing the humble and simple people who are among the first to recognize Jesus as the Messiah. The three kings, also known as the Magi or the wise men, play a significant role in the nativity play. They follow a star to Bethlehem, guided by a prophecy that a king would be born. Upon arrival, they worship the newborn Jesus and offer him the gifts of gold, frankincense, and myrrh, symbolizing their recognition of Jesus as the King of Kings. As the mother of Jesus, Mary played a unique and vital role in the life and ministry of our Savior. Mary's legacy is one of love, faith, and devotion, inspiring countless people around the world to follow her example. The play concludes with celebrating joy and miracle of Jesus' birth, often accompanied by singing of the silent mass. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സമയം പാട്ടും പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം. അതെല്ലാം അവിടെ ഇരുന്ന് കണ്ട് സമാധാനത്തിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ച്, പിന്നെ ഫ്ലാറ്റിൽ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അതെല്ലാം ഇരുന്ന് കഴിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഒരുവിധം എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അപ്പം എല്ലാവരും ഒക്കെ ആയിട്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റി.
സംസാരിച്ച് ഹാപ്പി ആയിട്ട് കയറി. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ. ഭയങ്കര ബഹളവും ഒക്കെ ആയിട്ട് നല്ല കുറേ പാട്ടുകൾ കേൾക്കാം, കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.